ഷാനിക, എന്തോ ഇതെന്താണ് നെറ്റില് ചന്ദ്രനോ? അതെനിക്കൊരു വെറൈറ്റി പൊട്ട് വേണമെന്ന് വിചാരിച്ചപ്പോൾ ഞാനിങ്ങനെ മേക്കപ്പ് റൂമിൽ തപ്പിക്കൊണ്ടിരുന്നപ്പം ദേവസേന ബാഹുബലിയുടെ ഒരു മേക്കപ്പ് റൂമിൽ ദേവസേന ബാഹുബലിയൊക്കെ ഉണ്ടോ? എന്തെന്ന് കാണണല്ലോ. അവര് ഷൂട്ടിംഗ് മുമ്പ് ഇവിടെ വന്നില്ല മേക്കപ്പ് പോവാറുണ്ട്. ദേവസേനയുടെ ബാഹുബലിയുടെ പൊട്ട് കിട്ടിയെന്ന്. ബിന്നി ചേച്ചി. മോളെ വൈകേ എന്തോ നന്നായിട്ട് പാടി. താങ്ക് യു. എനിക്ക് തോന്നുന്നു ഇതൊരു സാഡ് സിറ്റുവേഷൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല, മോള് ശ്രുതിയൊന്നും പോകരുത്, ഇതൊക്കെ മനസ്സിൽ കുറേ കാര്യങ്ങൾ വെച്ച് അങ്ങനെ ഒരു നല്ല കൺട്രോൾ ചെയ്ത് പാടിയ പോലെ എനിക്ക് തോന്നി. ചിലയിടത്ത് അങ്ങനെ പാടുമ്പോൾ ചിലയിടത്ത് ബേസ് പോർഷൻ വരുമ്പോഴത്തേക്കും ചെറിയൊരു ഫീൽ മിസ്സായതുപോലെ എനിക്ക് തോന്നി. മെയിനായിട്ട് എനിക്ക് ഹമ്മിങ്, മോളെ അതൊന്ന് പാടുമോ? ഹമ്മിങ്. ഓക്കെ, അപ്പോൾ പാടിയപ്പോൾ ഈ ലാസ്റ്റ് പോർഷൻ കുറച്ചൊന്ന് എനിക്ക് അത്ര ക്ലിയർ ആയില്ല. എനിക്ക് തോന്നുന്നു ഇത്രയും ഒത്തിരി മോള് ഒരു അടക്കി കൺട്രോൾ ചെയ്ത് പാടിയിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് ഒരു എനർജി കൊടുത്ത് പാടിയിരിക്കാം എന്ന് തോന്നി എനിക്ക് കേട്ടോ. ബാക്കി നല്ല അസാധ്യമായിട്ടുള്ള ഒരു പാട്ടാണ്. കീരവാണി രാഗം കർണാട്ടിക് കോമ്പോസിഷനിലുള്ളതിനേക്കാൾ കൂടുതൽ രാജാ സാറാണ് ചെയ്തിരിക്കുന്നത്. മോൾക്കറിയാമോ ഈ രാഗം? കീരവാണി ഒന്ന് പാടിക്കേ മോളെ. അയ്യോ, എനിക്കറിയില്ല. കീരവാണി സാറിനെ അറിയാവുള്ളൂ. കീരവാണി സാറിനെ എനിക്കറിയാം. കീരവാണി സാറിനെ അറിയാമോ? അതെ, ഈ രാഗം മോളെ പാടുന്നത് കാരണം എന്താ പറയുമ്പോ നമ്മൾ ഈ ഇട്ടിരിക്കുന്ന പാട്ടുകളിലെല്ലാം ഒരു മെട്ടുണ്ട്, ബിഹൈൻഡ് ഒരു രാഗം കാണാം. കാരണം എങ്ങനെ അദ്ദേഹം ഇനി വേണ്ട, ഞാൻ ചോദിച്ചിട്ടുണ്ട് സാർ ഇങ്ങനെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു BGM വരെ സാർ എങ്ങനെ അതിലെ ഇങ്ങനെ ആ ഹീറോയിന്റെ പേരിലെ ഇതൊക്കെ BGM ചെയ്യുന്നത് രാഗം എടുത്തിട്ട്. അപ്പോൾ സാർ ഇങ്ങനെ കാണിക്കുള്ളൂ, എല്ലാം ദൈവം കടവുൾ അങ്ങനെ കാണിക്കുള്ളൂ. പക്ഷെ ഞാനതിൽ വിശ്വസിക്കില്ല, കാരണം അതിൽ വർക്ക് ചെയ്താൽ മാത്രമേ അത് നമുക്ക് കിട്ടുള്ളൂ. കാറ്റിൽ എന്തെൻ ഗീതം പാടുഹരി കാണാതെ ഉണ്ട് തേടുതേ, കാറ്റിൽ എന്തെൻ ഗീതം കാണാതെ ഉണ്ട് തേടുതേ. ഇത് അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള കീരവാണിയിലെ പാട്ടാ. കീരവാണി എന്ന് പേരുള്ള പാട്ടുണ്ട്. കീരവാണി ലലലല ലലലല ലലലാല കീരവാണി. മലയാളത്തിൽ ചെയ്തിട്ടുണ്ട് സാർ. ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ അതൊക്കെ അതില് കുറെ അപ്പൊ അദ്ദേഹത്തിന്റെ റൗണ്ട് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും പറഞ്ഞത്. നിങ്ങൾ കുട്ടികൾ ഇതൊക്കെ ഒരു പഠനവേദിയാണ്. ഈ റിയാലിറ്റി ഷോ കോമ്പറ്റീഷൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇവിടുന്നല്ലാതെ നിങ്ങൾ എന്തെല്ലാം കാര്യം പഠിക്കുന്നേ അല്ലേ? അതുകൊണ്ടാണ് ഇതും പറഞ്ഞത് കേട്ടോ മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഷാനിക. വൈഗ എന്തോ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു. എനിക്ക് ചേച്ചി പറഞ്ഞ പോലെ കുറച്ചൊന്ന് കംപ്രസ്ഡ് ആയ പോലെ എനിക്കൊന്ന് തോന്നി. കുറച്ചും കൂടെ ഓപ്പൺ ആവാം. പിന്നെ വൈഗ ബ്രെത്ത് എടുക്കുമ്പോൾ മൈക്ക് ഒരുപാട് ദൂരെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അടുത്ത വാക്കിന്റെ ആദ്യത്തെ സംഭവം കേൾക്കണില്ല. ഇങ്ങനെ അങ്ങ് തലശ്ശേരി വരെ പോയിട്ട് ഇത് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടുത്തെ വാക്ക് മിസ്സാവുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ജസ്റ്റ് കുറച്ച് ഒന്ന് മാറിയാൽ മതി കേട്ടോ. പിന്നെ പല്ലവിയുടെ സമയത്ത് മൈക്ക് ആക്ച്വലി കുറച്ച് ദൂരെ ആയിരുന്നു, അത് കേൾക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടി. പക്ഷെ മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. പാട്ടിന് ഒന്നും പറയാനില്ല, അത് ഗംഭീരമായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ജസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് ഓപ്പൺ ആവാമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ചേച്ചി പറഞ്ഞ ആ ഹമ്മിങ്ങിന്റെ വെരി എൻഡ് ചെറിയൊരു പശപ്പശക് പോലെ തോന്നി കേട്ടോ. അതർവൈസ് ഓൾ ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ഹരിച്ചേട്ടാ. വൈഗ എന്തോ നന്നായിട്ട് പാടി. താങ്ക് യു ചേട്ടാ. ആസ് യൂഷ്വൽ വൈഗ എപ്പോഴും നല്ലൊരു പെർഫോമൻസ് തരുന്നൊരു കണ്ടസ്റ്റൻ്റ് ആണ്. നല്ല ചോയ്സസ് ഓഫ് സോങ്സ് കൊണ്ടുവരുന്ന ഒരാളാണ്. നന്നായിട്ട് തന്നെ പാടി. എനിക്ക് ഓവറോൾ ആ ഒരു ഫീല് കിട്ടി. പിന്നെ കുറച്ച് നമ്മളിപ്പം സാഡ് സോങ് ആണെങ്കിലും ആ ട്യൂൺ ആ സോങ്ങിന് ഓൾറെഡി ഒരു സാഡ്നെസ് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ
കൂടുതൽ സാഡ്നസ് ആക്കാൻ വേണ്ടി അത്രയും വിഷമിച്ച് അങ്ങനത്തെ ഒരു മൂഡിൽ പാടണമൊന്നുമില്ല. നീയങ്കേ അങ്ങനെ പാടിയാൽ ഓക്കെയാണ്. അതെ സത്യം, കറക്റ്റ്, അതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ട്യൂണും ആ ലിറിക്സും എല്ലാം അത് കൺവേ ചെയ്യുന്നുണ്ട്. അപ്പം മോൾ കുറച്ചും കൂടി ബോൾഡായിട്ട് പാടിയ കേൾക്കുന്നവർക്ക് കുറച്ചുകൂടി ആ ഒരു ഇത് കിട്ടും. കാരണം ലൈവ് സിംഗിങ്ങിൽ എപ്പോഴും ഞാനും ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസിലാണ് പഠിക്കുന്നത്. നമ്മൾ റെക്കോർഡിങ്ങിന് പാടുന്നതിനേക്കാളും കുറച്ചുകൂടി ത്രോയിൽ എപ്പോഴും പാടണം കേട്ടോ. വേറെ പിച്ച് ഔട്ട്സ് ഒന്നും അധികം ഇല്ലായിരുന്നു. എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വെച്ചാൽ ഒരുപാട് ഇത് എപ്പോഴും ശ്രുതി ചേർന്ന് പാടേണ്ടതാണ് ഇതൊക്കെ. അപ്പം മോള് ഓൾമോസ്റ്റ് എല്ലാ നോട്ട്സും നല്ല പിച്ച് ചേർന്ന് തന്നെ പാടി. താങ്ക് യു ചേട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. പിന്നെ നമുക്ക് മാർക്സ് ചോദിക്കാം. ചേച്ചി, നമ്മുടെ ലാസ്റ്റ് ഷെഡ്യൂളെ ടോപ്പറാണ് ആള്. വാവ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. 9.5. സൂപ്പർ. ഷാനിക്ക 9. 9. താങ്ക് യു. ഹരിച്ചേട്ടാ 2. താങ്ക് യു. 2. 9. 9. താങ്ക് യു ചേട്ടാ. താങ്ക് യു. 27.5.